ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം ഫ്രണ്ട്ഷിപ്പ്, ദ ഡിവൈൻ ബോണ്ട്. എപ്പോഴും സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ തൊട്ട് ഇന്നേ വരെയുള്ള സുഹൃത്തുക്കൾ വരെ നമ്മുടെ മനസ്സിലേക്ക് എത്രയധികം മുഖങ്ങളാണ് കടന്നു പോകാറുള്ളത്. അതിൽ ചില സൗഹൃദങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഒരു മനോഹരമായ കുറേ പട്ടങ്ങൾ, ചില സൗഹൃദങ്ങൾ നൂല് പൊട്ടിച്ച്, അറിഞ്ഞോ അറിയാതെയോ നൂല് പൊട്ടിച്ച് അകലങ്ങളിലേക്ക് പോകുന്നു. ഒരു പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ എവിടെ നിന്നോ അത് കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിച്ച് വീണ്ടും നമ്മളിലേക്ക് വന്ന് നമ്മുടെ കൈകളിലാകുന്നു. ചില പട്ടങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നു. ചിലവ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞ് ഒരു വേദനയായി മാറുന്നു. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ എപ്പോഴും ഒരു സൗഹൃദം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല വികാരങ്ങൾ മാത്രമേ തോന്നുള്ളൂ. കരുണ, ബഹുമാനം, വിശ്വാസം, ഇതിൻ്റെ എല്ലാം ആഴത്തിലുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥ സൗഹൃദം. ഇത് വെറും ഒരു മാനുഷിക ബന്ധമല്ല, ഒരു ദൈവികതയുടെ തനിമയുള്ള ഒരു ആത്മബന്ധമാണ് ഈ സൗഹൃദം. ഈ അവതരണത്തിലൂടെ ഇന്ന് സൗഹൃദത്തിൻ്റെ ആത്മീയതയും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ശക്തിയെയും കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഒന്ന് കണ്ണോടിക്കാം. എന്താണ് സൗഹൃദം? പ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറയുന്നു, ഫ്രണ്ട്ഷിപ്പ് ഈസ് എ സിംഗിൾ സോൾ ഡ്വെല്ലിംഗ് ഇൻ ടു ബോഡീസ്. രണ്ട് ശരീരങ്ങളിലായി ജീവിക്കുന്ന ഒറ്റ ആത്മാവിനെയാണ് അർത്ഥമാക്കുന്നത്. ഇത് സൗഹൃദത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന ഒരു കോട്ടാണ്. ഒരു യഥാർത്ഥ സുഹൃത്ത് എങ്ങനെയായിരിക്കണം? ഒരേ ആത്മാവ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ, നമ്മുടെ ആത്മാവിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ, അതേപോലെ മറ്റേ ഒരു ആത്മാവിനെയും കണക്കാക്കണം എന്നുള്ള ഒരു വരികൾ കൂടി അടങ്ങിയിട്ടുള്ളതാണ്. അതാണ് ഈ സ്നേഹബന്ധത്തിൻ്റെ ദൈവികത. ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് ഇമോഷണൽ, ഇറ്റ് ഈസ് സ്പിരിച്വൽ, സയൻറ്റിഫിക് ആൻഡ് സോഷ്യൽ. സൗഹൃദം വെറുതെ ഒലിച്ചു പോകുന്ന ഒരു വികാരമല്ല. അത് ആത്മീയമായും ശാസ്ത്രീയമായും സാമൂഹികമായും ആത്മാവിനെ അതുപോലെ ഹൃദയങ്ങളെ ചേർത്ത് നിൽക്കുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു ശക്തിയാണ്. വികാരത്തെക്കാളെല്ലാം വലിയ ഒരു ബോധതലത്തിലുള്ള ബന്ധം. എന്താണ് സൗഹൃദത്തിൻ്റെ പ്രാധാന്യം? നമുക്ക് എല്ലാവർക്കും നല്ലൊരു സുഹൃത്തുണ്ടായിരിക്കണം എന്ന് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ്? ഷെയർസ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആൻഡ് വാല്യൂസ്. എല്ലാ സൗഹൃദങ്ങളും കെട്ടിപ്പടുക്കുന്നത് കുറേ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൂല്യങ്ങൾ, അതായത് എത്രമാത്രം കരുണ, വിശ്വാസം, സെൽഫ് എസ്റ്റീം, മറ്റുള്ളവരോടുള്ള ബഹുമാനം, ഓരോ സമയത്തും ഒരു സൗഹൃദം നമ്മോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഓരോ സുഹൃത്തുക്കളും വളരെയധികം ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ മൂല്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുന്നു. അതുപോലെ തന്നെ ഒരു സെൽഫ് എസ്റ്റീം നമ്മളിൽ വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നു. എസെൻഷ്യൽ ഫോർ സോഷ്യൽ ബോണ്ടിങ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. സൗഹൃദം സമൂഹത്തിൽ ബന്ധങ്ങൾ ബലപ്പെടുത്തുന്നതിൽ നിർണായകമാണ്. ഒരു നൈബർഹുഡിൽ കുറേ നല്ല സുഹൃത്തുക്കൾ, ഒരു വില്ലേജിലെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ, നല്ല ചിന്താഗതികളോട് കൂടി ഒരു കൂട്ടം യുവാക്കൾ, നല്ല മനസ്ഥിതിയോടുകൂടി നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ആ സ്ഥലത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിയെത്താൻ പറ്റാവുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായി അവിടെ ഐക്യതയും സഹവാസവും വളർത്താൻ സാധിക്കും. ഹെൽപ്സ് ഇൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് ഷെയറിംഗ്. സുഹൃത്തുക്കളോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഘാതങ്ങളോ അതുപോലെ പ്രശ്നങ്ങളോ നേരിടുമ്പോൾ അവ എളുപ്പത്തിൽ മറികടക്കാനും ജീവിതം ആഘോഷമാക്കാനും സഹായിക്കും. വൈറ്റൽ ഫോർ ഹാപ്പിനെസ് ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. നിസ്വാർത്ഥ സൗഹൃദം നൽകുന്ന സ്നേഹവും പിന്തുണയും ഒരു വ്യക്തിയെ പൂർണ്ണതയുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു.
കുറച്ച് ദിവസങ്ങളായി തിരക്കിൽപ്പെട്ട ഒരു പറ്റം സുഹൃത്തുക്കൾ പലപ്പോഴും തോന്നും നമുക്ക് ഈ തിരക്കിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കണം. മാറി നിൽക്കാൻ ഏറ്റവും കൂടെ കൂടുന്ന ആൾക്കാരാണ് സൗഹൃദങ്ങൾ. അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച് എല്ലാ തിരക്കിൽ നിന്നും മോചനം നേടി 1-2 ദിവസങ്ങളിൽ ഒന്ന് എവിടേക്കെങ്കിലും ഒരു യാത്ര പോവുക, അതുപോലെ ഒരുമിച്ചിരുന്ന ഒരു ചായ കുടിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന ആ സന്തോഷം നമ്മുടെ മനസ്സിനെ വീണ്ടും ഒരു ശക്തി ലഭിക്കുന്ന രീതിയിൽ ആക്കുന്നു. സൗഹൃദത്തിൻ്റെ ആത്മീയപരമായ പ്രാധാന്യം. കമ്പാനിയൻഷിപ്പ് ഇൻ സെൽഫ് റിയലൈസേഷൻ. ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ മുന്നിൽ നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യം വരുന്നില്ല. സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ആടുന്ന വേഷങ്ങളിൽ എത്ര തരം മുഖംമൂടികൾ എടുത്തിട്ടാണ് അഭിനയിക്കുന്നത്. വൈകുന്നേരം ഒന്ന് കിടക്കാൻ പോകുന്നത് വരെ ചില സമയത്ത് നമ്മെ സംരക്ഷിക്കേണ്ടത്, നമ്മുടെ മുഖംമൂടി സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു അവസരങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ദേഷ്യം തോന്നാത്ത സമയത്തിൽ ദേഷ്യപ്പെടാനും, അതുപോലെ വളരെ ദേഷ്യം വരുന്ന സമയത്ത് സമചിത്തത പാലിക്കാനും, എത്രയധികം മുഖംമൂടികൾ. ഒരു കോട്ട് അണിഞ്ഞിട്ട് ആ കോട്ടിൽ നിന്നും, ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ നിന്നും നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകാറേ ഇല്ല അഭിനയങ്ങളിൽ മുങ്ങിക്കടന്നുകൊണ്ട്. പക്ഷെ ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ മുമ്പിൽ നമ്മുടെ യഥാർത്ഥ ആത്മാവിന് പുറത്തു വരാം. ഇത് ഈ സ്വാഭാവിക ഒരു ആത്മബോധത്തിൻ്റെ വഴി തുറക്കുന്നു. ഉയർന്ന സ്നേഹബന്ധങ്ങൾ എലിവേറ്റ്സ് അവർ മൈൻഡ്. ആത്മീയ സൗഹൃദങ്ങൾ, സത്സംഗങ്ങൾ എന്നിവ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ദൈവികതയെ മറ്റൊരു സുഹൃത്ത് തിരിച്ചറിയുമ്പോൾ അവരുടെ ഉള്ളിലെ ദൈവികതയെ നാം തിരിച്ചറിയണം. ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു അടികൂടിയാണ് ഇത്. സപ്പോർട്ട്സ് ഇൻ മോറൽ ഡിസിപ്ലിൻ. നല്ല സൗഹൃദം നന്മയുടെ പാതയിൽ നയിക്കുന്നു. നാം ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ വഴിയിലൂടെ പോകുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഹൃത്തുക്കളുടെ പിന്തുണ നമുക്ക് സഹായകരമാകുന്നു. പലപ്പോഴും ഈയിടെ സമൂഹത്തിൽ കാണുന്ന മൂല്യച്യുതി, അതുപോലെ കുറ്റകൃത്യങ്ങൾ, ഇതൊന്നും ഒരു മനുഷ്യനാൽ ചെയ്യപ്പെടുന്നതല്ല. ഒരു കൂട്ടം വ്യക്തികൾ അവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണത്. അതിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ സമൂഹത്തിൽ ഇത്രയധികം ഒരു അലോസരപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഇന്നർ സെൽഫ്. ഇനി ആന്തരാത്മാവുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് യഥാർത്ഥ ആത്മസ്നേഹം. നമ്മൾ പലപ്പോഴും പലരോടും സൗഹൃദം പുലർത്തുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആത്മാവുമായി ബന്ധം കുറവാണ്. എന്നാൽ സത്യമായ സൗഖ്യവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ തുടക്കം സ്വയം അറിവ് എപ്പോൾ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആത്മാവിനോട് സൗഹൃദം പാലിക്കുമ്പോഴാണ് എന്നതാണ്. എന്താണ് സയൻറ്റിഫിക് ഇമ്പോർട്ടൻസ്? ശാസ്ത്രീയപരമായി സൗഹൃദം ഗവേഷണങ്ങൾ കാണിക്കുന്നത് മനസ്സിൻ്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നു, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ദീർഘായുസ്സിന് സഹായകമാകുന്നു, മാനസിക ആരോഗ്യത്തിനും സമാധാനത്തിനും നല്ല സുഹൃദ്ബന്ധങ്ങൾ നിർണായകമാണ്. പലപ്പോഴും ക്ലാസ്സുകളിൽ തോന്നാറുണ്ട്, ഒന്നും പഠിക്കാത്ത കുട്ടികൾ, ഒന്നും മനസ്സിലാവില്ല, കണക്ക് മനസ്സിലാവില്ല, കെമിസ്ട്രി മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഒരു നന്നായി പഠിക്കുന്ന കുട്ടിയും ഒരു കുറച്ച് മനസ്സിലാവാത്ത കുട്ടിയും തമ്മിൽ അടുത്ത് നിർത്തുമ്പോൾ ഒരു സുഹൃത്ത് നന്നായി പറഞ്ഞു കൊടുത്താൽ അവൻ്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് കാണാവുന്നതാണ്. അത്തരം ബാല്യകാല സൗഹൃദങ്ങളാണ് പിന്നീട് യഥാർത്ഥ സൗഹൃദങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കൂടെ കൈപിടിച്ച് നടത്തേണ്ടത്. സൈക്കോളജിക്കൽ വാല്യൂ എന്താണ്? മനഃശാസ്ത്രപരമായിട്ട് പ്രൊവൈഡ്സ് ഇമോഷണൽ സെക്യൂരിറ്റി. വ്യക്തിക്ക് പ്രതീക്ഷയും സുരക്ഷയുമുള്ള ഒരു മാനസിക ഇടം ഒരുക്കുന്നു. അതൊരു ആന്തരികമായ ഒരു താങ്ങാണ്. ഏതെങ്കിലും നമുക്കൊരു ഭയം അനുഭവപ്പെടുമ്പോൾ, ഞാൻ ഈ ലോകത്ത് തനിയെയാണ് എന്ന ചിന്ത വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് താങ്ങാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമാധാനം
അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ വർദ്ധിപ്പിക്കുന്നു, മാനസിക സമത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ സൗഹൃദത്തിൻ്റെ മനോവിജ്ഞാനപരമായ ഒരു വില. ക്രിയേറ്റ്സ് എ സപ്പോർട്ട് സിസ്റ്റം. എപ്പോഴും ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ ഏതെങ്കിലും ഒരു വളരെ നല്ല കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുമ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറയാതെ തന്നെ സ്നേഹവും അംഗീകരണവും നൽകുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ സ്വമൂല്യബോധം ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻകറേജസ് പേഴ്സണൽ ഗ്രോത്ത്. പിന്തുണയും പ്രശംസയും ആത്മവിശ്വാസം ഉയർത്തുകയും പരസ്പര ബഹുമാനവും അംഗീകാരവും. അപ്പോൾ നീ നന്നായി എഴുതുന്നുണ്ടല്ലോ, നിനക്ക് എന്താ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സുഹൃത്ത്. എല്ലാ സമയത്തും നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. ചില സമയത്ത് ഈ സാരി നന്നായിട്ടില്ല, കുറച്ചും കൂടി ഒരു നല്ല സാരി എടുത്തൂടെ. ഒരു ക്ലാസ്സിലെ നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യുന്ന സുഹൃത്ത്, ഇന്നത്തെ ക്ലാസ് അത്ര നന്നായിരുന്നില്ല, അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വ്യക്തിയെ അവർ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഡെവലപ്മെൻറ്റിലേക്കുള്ള, നമ്മുടെ ഉയർച്ചയിലേക്കുള്ള ഒരു താങ്ങ് നൽകുന്നതാണ്. എങ്ങനെയായിരിക്കും ഒരു സൗഹൃദം വേണ്ടത്? സൗഹൃദം എപ്പോഴും വിശ്വാസത്തെയും ലോയൽറ്റി, വിശ്വസ്തതയെയും സഹാനുഭൂതിയെയും സത്യസന്ധതയെയും അതുപോലെ പരസ്പര ബഹുമാനത്തെയും സുതാര്യതയെയും ബേസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എപ്പോഴും യഥാർത്ഥ സൗഹൃദം നമ്മുടെ പ്രതിബിംബമായിരിക്കും എന്ന് ചിന്തിക്കുന്ന സ്ഥിതിക്ക് ചുരുങ്ങിയത് ഇത്രയും കാര്യങ്ങളെങ്കിലും ഒരു സൗഹൃദം നിലനിർത്തുന്നതിൽ വ്യക്തികൾ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ സമയത്തും ചില സമയത്തെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങളിൽ എപ്പോഴും നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത്, എപ്പോഴും നമ്മളെ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത്, നമ്മളോട് പല കാര്യങ്ങളും മറച്ചു വരച്ച് വിശ്വാസ്യത പുലർത്താത്ത ഒരു സുഹൃത്ത്, അത് അങ്ങനെയുള്ള അവസരങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ക്ഷമിക്കാം. എല്ലായ്പ്പോഴും അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും അനുഭവങ്ങൾ നേരിടുകയാണെങ്കിൽ ആ പട്ടത്തിനെ പറത്തിവിടാം, നൂല് കട്ട് ചെയ്ത് അത് എവിടേക്കാണെങ്കിൽ പറന്നു പോകട്ടെ. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്തുലിത അവസ്ഥയെ ബാധിക്കാറുണ്ട്. എങ്ങനെയാണ് ഇനി സൗഹൃദങ്ങൾ കൂടെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ലിസണേഴ്സ് ആവണം. അതായത് സുഹൃത്തിൻ്റെ വാക്കുകളും വികാരങ്ങളും മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് സജീവമായ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം. റെഗുലർ കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും വിളിച്ച് വർത്തമാനങ്ങൾ പറയണമെന്നല്ല അർത്ഥം. എപ്പോഴെങ്കിലും ദിവസത്തിൽ സുഖമാണോ എന്നുള്ളതോ, ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഈ സുഹൃത്തിനെ ഇന്ന് വിളിക്കണമെന്ന്. നമ്മൾ വിളിച്ചു നോക്കുമ്പോഴാണ് അവരെന്തെങ്കിലും ഒരു ചെറിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നത് പലപ്പോഴായിട്ടും അനുഭവപ്പെടാറുണ്ട്. നല്ല രണ്ട് ആത്മീയ സുഹൃത്തുക്കൾ തമ്മിൽ വിളിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ സ്ഥിരമായി സംസാരിക്കുന്നതിലൂടെ, ആശയവിനിമയം ചെയ്യുന്നതിലൂടെ ആ ബന്ധം ഊഷ്മളവും അതുപോലെ ഒരു ജീവസ്വം ഉള്ള ഒരു സൗഹൃദവുമായി മാറുന്നു. മ്യൂച്വൽ എഫേർട്ട്. നല്ല സൗഹൃദം നിലനിർത്താനായി ഇരുപക്ഷവും തുല്യമായി ശ്രമിക്കേണ്ടതാണ്. ഫൊർഗീവ്നെസ്. പലപ്പോഴും നമുക്ക് ക്ഷമിക്കാം, ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് മനസ്സ് തുറന്ന് സൗഹൃദത്തെ ദീർഘകാലം നിലനിർത്താൻ സഹായിക്കാം. എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത് എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം. ഷെയർ എക്സ്പീരിയൻസസ്. നമ്മളുടെ അനുഭവങ്ങളൊക്കെ പകരാം. നമുക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങളെല്ലാം അവരോട് പറഞ്ഞ് അവർക്കിനി അങ്ങനെ പറ്റാതിരിക്കട്ടെ എന്ന രീതിയിൽ എല്ലാം പറയാം. ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കണം, സ്വാതന്ത്ര്യം നൽകണം. ഒരു സുഹൃത്തിനും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ സമയം, ഒരു സ്വാതന്ത്ര്യം നൽകുന്നത് എല്ലാ ബന്ധങ്ങളിലും ആത്മാർത്ഥ ബന്ധത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അടയാളമാണ്. ആ സുഹൃത്ത് നിങ്ങളുടെ സുഹൃത്ത് മാത്രമല്ല, അവർ അമ്മയാണ്, മകളാണ്, അങ്ങനെ കുറേ ബന്ധങ്ങളിൽ കൂടെ അവർക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സമയം കൊടുക്കണം. എല്ലാം എൻ്റെ കൈവിരൽ തുമ്പിൽ കൂടിയാണ് ആവണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ സൗഹൃദം ഒരുപാട് കാലം പിടിച്ചു നിർത്താൻ പറ്റില്ല. True friends are those who lift you up when no one else even noticed you
നോട്ടീസ് യു വെർ ഡൗൺ. നമ്മൾ താഴെ വീണുമെന്ന് മറ്റാരും ശ്രദ്ധിക്കാതെ പോയപ്പോൾ നമ്മെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ കൂടെ നിന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. 1000 പേർ പിന്നാക്കം തിരിഞ്ഞു പോകുമ്പോൾ വീണുകിടക്കുന്ന നമ്മെ കണ്ട് ഒരാൾ നമ്മളോടൊപ്പം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സുഹൃത്ത്. ഇഫ് യു മേക്ക് ഫ്രണ്ട്സ് വിത്തിൻ യുവർ സെൽഫ് യു വിൽ നെവർ ബി അലോൺ. ബുദ്ധദേവന്റെ ഈ വാക്കുകളിൽ നമ്മൾ തന്നെ സുഹൃത്തായി മാറാനുള്ള ഒരു ആത്മീയ പ്രേരണയാണ്. ആത്മസ്നേഹവും ആത്മമന്ദസ്മിതവുമാണ് നമ്മൾ ഒരിക്കലും തനിച്ചാകാതിരിക്കാനുള്ള ഒരു മാർഗം. ആദിശങ്കരാചാര്യർ പറയുന്നു, സത്സംഗം അല്ലെങ്കിൽ സത്യം പങ്കിടുന്ന സുഹൃത്തുക്കളുമായുള്ള സഹവാസം അജ്ഞതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന പരമമായ സൗഹൃദമാണ് എന്ന്. ശങ്കരാചാര്യരുടെ ഈ വാക്കുകൾ എല്ലാ സുഹൃത്തുക്കളും ഓർത്തിരിക്കേണ്ടത്, എല്ലാ മനുഷ്യരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഡു നോട്ട് ലുക്ക് അറ്റ് എനിബഡി ഇൻ ടേംസ് ഓഫ് ഫ്രണ്ട് ഓർ ഫോ. ആളുകളെ സുഹൃത്ത് അല്ലെങ്കിൽ ശത്രു എന്ന നിലയിൽ നോക്കരുത്. ഡു നോട്ട് ഫ്രിറ്റർ അവേ യുവർ മെന്റൽ എനർജീസ് ഇൻ തോട്ട്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഓർ എനിമിറ്റി. സൗഹൃദത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചിന്തകളിൽ മനസ്സിൻ്റെ ശക്തി ചെലവാക്കരുത്. നമ്മൾ പലപ്പോഴും അവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ വേണ്ടാത്ത ചിന്തകൾ മുഴുവൻ വൈരികളുടെ മേലിൽ, അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ അവർക്കൊരു എനിമിറ്റി തോന്നിയോ അല്ലെങ്കിൽ നമുക്ക് ശത്രുത തോന്നിയവരെ കുറിച്ചുള്ള ചിന്തകളിലാണ്. അതൊന്നും ചിന്തിച്ച് സമയം ചിലവാക്കരുത്. എല്ലായിടത്തും സീക്കിംഗ് ദ സെൽഫ് എവരിവെയർ, എല്ലായിടത്തും ആത്മാവിനെയും സത്യത്തിനെയും തേടുക. ബി അമയബിൾ ആൻഡ് ഈക്വൽ മൈൻഡഡ് ടുവേഴ്സ് ആൾ. എല്ലാവരോടും സൗമ്യഭാവത്തോടെ സമദർശനത്തോടെ തുല്യമായി പെരുമാറുക. ഇവിടെ രമണ മഹർഷി പറയുന്നു, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഈസ് ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ സെൽഫ് ഇൻ ഈച്ച് അതർ. സൗഹൃദം എന്നത് ആത്മീയപരമായ അനുഭവമാണ്. ഇത് ശരീരങ്ങളിലല്ല, മനസ്സുകളിലല്ല, പക്ഷേ ഓരോരുത്തരും അടങ്ങിയിരിക്കുന്ന ആത്മതത്വത്തിൽ ആയിരിക്കുന്ന ഒരു ഐക്യമാണ്. ഒരു യഥാർത്ഥ സുഹൃത്ത് മറ്റൊരാളിൽ ആത്മാവിനെ തിരിച്ചറിയുന്നു, അവിടെയുള്ള ദിവ്യതയെ ആദരിക്കുന്നു. അത്തരം സൗഹൃദം കൽപ്പാന്തകാലത്തോളം നിലനിൽക്കുന്നതും കാലാതീതവും നിർഭാഗ്യപരിധികളിൽപ്പെട്ട് ഒലിച്ചു പോവാത്തതും അത് സത്യസ്നേഹത്തിൻ്റെ രൂപമായി എന്നെന്നും നിലനിൽക്കുന്നതും ആകുന്നു. ദ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് സെൽഫ് വിത്തിൻ, റെക്കഗ്നൈസ്ഡ് ഇൻ അതേഴ്സ്. സത്യമായ സൗഹൃദം അദ്വൈതബോധത്തിൻ്റെ പ്രകാശത്തിലാണ് നിലകൊള്ളുന്നത്. ഞാനെന്നും നീയെന്നുമുള്ള വേർതിരിവ് ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ എന്ന ഏകത്വബോധത്തിലാണ് സൗഹൃദം വിടർന്നുകൊള്ളുന്നത്. ഈ ആത്മസാന്നിധ്യത്തിൽ എല്ലാവരും ഒരേ ബോധത്തിൽ ലയിക്കുന്നതാണ് ദൈവിക സൗഹൃദം അഥവാ ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ലെറ്റ് us cherish, cultivate and maintain friendships with love, wisdom and sincerity. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൗഹൃദത്തെ വീണ്ടും പുഷ്പിക്കാം. നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. സ്നേഹത്താലും ബുദ്ധിയാലും എല്ലാവരോടുമുള്ള സമചിത്തതയാലും അതുപോലെ എല്ലാവരോടുമുള്ള ആത്മാർത്ഥത കൊണ്ടും എല്ലാ സൗഹൃദങ്ങളും മെച്ചപ്പെടട്ടെ.